ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അഭി ഓടിയെത്തി നവ്യയുടെ അരികിലേക്ക്. അപ്പോൾ നീ എത്തിയോ എന്ന് നവ്യ ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ വിളിക്കാനിരുന്ന സമയത്ത് തന്നെയാണ് നീ എന്നെ വിളിച്ചതെന്ന് ഈ അഭി പറയാം. കള്ളം പറയരുതെന്ന് പറയുമ്പോൾ, ഇല്ലടി സത്യം ഞാൻ പറഞ്ഞത്. ഞാൻ വിളിക്കാനിരുന്നപ്പോൾ തന്നെ നീ എന്നെ വിളിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി പോകുന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കുഞ്ഞും തെണ്ടുക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹം. അപ്പം നിൻ്റെ കുഞ്ഞല്ലേ, ഇടയ്ക്ക് ശല്യമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ രാവിലെ നടക്കുന്നൊക്കെ ഉണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പം, ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ചെറുതായിട്ടൊന്നും പോരാ, നല്ല രീതിയിൽ തന്നെ നടക്കണമെന്നും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണമെന്നൊക്കെ അഭി പറയാം. എന്നാൽ പിന്നെ നീ കുറച്ച് ദിവസം കൂടെ ഒന്ന് നിൽക്കുക, നമുക്ക് ഒരുമിച്ച് നടക്കാൻ പോകാമല്ലോ എന്ന് നവ്യ പറയുമ്പോൾ, അത് ശരിയല്ലല്ലോ മോളെ, ഇതിനു മുൻപ് പോലും ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ സമയത്ത് വന്ന് നിൽക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അങ്ങനൊന്നുമില്ല. ഇപ്പം 7-ാം മാസം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും പെൺകുട്ടികൾ തിരിച്ചു വന്ന് നിൽക്കുന്ന ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ അതൊന്നും നടക്കത്തില്ല എന്ന് അഭി. പിന്നെ BP ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പം, അതെല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലെഫ്റ്റ് ഷോൾഡറിന് ചെറിയൊരു വേദനയുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി, അതെന്താ അങ്ങനെ? എന്നാൽ പിന്നെ ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഭി നവ്യയ്ക്ക് മസാജ് ചെയ്തും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നവ്യ അഭിയോട് ചോദിച്ചു, അതെ, നീ കാണിക്കുന്ന സ്നേഹമൊക്കെ എനിക്ക് വിശ്വസിക്കാവോടാ എന്ന്. അപ്പോൾ എപ്പോൾ വന്നാലും ഇതാണ് നിൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, വരാതിരിക്കല്ലേ, നീ എന്നും വിളിക്കുന്നത് പോലെ തിരക്കൊഴിയുന്ന നേരത്തല്ല എന്നെ വിളിക്കണമെന്ന് നവ്യ അഭിയോട് പറയുക. പറ്റുന്ന സമയത്തൊക്കെ വരികയും വേണം കേട്ടോന്ന്. അതൊക്കെ അല്ലേടാ എൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, എന്നാൽ പിന്നെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കാൻ പറഞ്ഞു അഭി. നവ്യയ്ക്ക് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് വരെ ഇവളെ ഇങ്ങനെ സ്നേഹിച്ചേ പറ്റുമെന്ന് നവ്യ വന്നിട്ട് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടൻ പുറത്ത് പോയിട്ട് കയറി വരിക. അപ്പോൾ നമ്മുടെ നയന അവിടെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഗോവിന്ദേട്ടനോട് പറഞ്ഞു. അപ്പോഴേക്കും കനകം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, മോള് എവിടെയാണ് നിൽക്കുന്നതെങ്കിലും മനസ്സ് അവിടെയാണല്ലേ എന്ന്. അപ്പോൾ എൻ്റെ ഗോവിന്ദേട്ടാ, അതും ഇനി ആദർശമോൻ എടുക്കാതിരുന്ന നമ്മൾ അതിനെപ്പറ്റിയല്ലേ ഏതു നേരവും ചിന്തിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ എന്ന് ഗോവിന്ദേട്ടനോട് കനക ചോദിച്ചു. നന്ദു പോയതല്ലേ, അച്ഛനും അമ്മയ്ക്കും വിഷമമാകരുതെന്ന് കരുതിയാണ് ഞാനിവിടെ നിന്നതെന്നും, പിന്നെ പക്ഷേ ആദർശേട്ടൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ ഇനി എനിക്കൊരു സമാധാനം കിട്ടില്ല അച്ഛാ എന്ന് പറയുമ്പം, എന്നാൽ പിന്നെ മോള് പോയിക്കോ, ആദർശിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അതും രണ്ടാളും കൂടി വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. പിന്നെ ശരിയാ മോളെ, അതുതന്നെയാണ് ശരി. വിഷുവിന് പോലും ആദർശ് മോൻ ഇങ്ങോട്ട് വരാത്തതിൻ്റെ വിഷമം അത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടെന്ന കാര്യം കനകം പറഞ്ഞിട്ട്, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദർശിനോട് അമ്മായിമ്മയും മരുമകളും ഒന്നിച്ച കാര്യം പറയണം കേട്ടോ എന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു. ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് അത് പറയാൻ കുറച്ച് സങ്കോചമുണ്ട്, പക്ഷെ മോൾ ഇത്രയും നാൾ മൂടി വെച്ചത് അത് വലിയ തെറ്റായി പോയി എന്നുള്ള കാര്യങ്ങളും അച്ഛൻ മകളോട് പറയണം. മോളെ, ആദർശ് മോൻ എന്നും മോളുടെ അരികിൽ നിന്നൊന്നും ഒളിച്ചു വയ്ക്കാറില്ലല്ലോ, അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ വേണ്ടായിരുന്നു എന്ന് ഇവർ ചോദിക്കാം. ഞാനുമായി ഇടഞ്ഞു നിന്ന് അമ്മ എന്നെ സ്നേഹിച്ചപ്പോൾ ആ അമ്മയെ ധിക്കരിക്കാൻ എനിക്ക് തോന്നിയില്ല, അതാണ് സത്യമെന്ന് നയന പറഞ്ഞു. പക്ഷെ അവിടെയും മോളൊരു തെറ്റ് ചെയ്തു. ആദർശിൻ്റെ അമ്മ മോളെ സ്നേഹിച്ചതിൻ്റെ കാര്യം അതപ്പോൾ തന്നെ മോൾക്ക് ആദർശിനോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. അത് ആദർശിൻ്റെ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചാൽ പോരായിരുന്നോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കാം. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ ആദർശേട്ടനെ ഒന്നും അറിയിക്കില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ആദർശേട്ടൻ എന്നോട് എന്തോ പിണക്കം വെച്ചുകൊണ്ടിരിക്കുക, അതാ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്തത്. അതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ട്, അതെനിക്ക് അറിയാമെന്നൊക്കെ നയന പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് മാറി നിന്നപ്പോൾ അവിടെ കുറേ പേരുണ്ടല്ലോ, അനാമികയും ഇളയമയും അപ്പച്ചിയും ഒക്കെ, അവരെന്തോ വിഷം ആദർശേട്ടൻ്റെ മനസ്സിൽ കുത്തി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ മോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ല്, നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ, മോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടാളുമാണ് ഇപ്പോൾ ആ വീടിൻ്റെ നെടും തൂണുകൾ, നിങ്ങൾ രണ്ടുപേരും അകന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളെപ്പോലെ തന്നെ വിഷമമാണ് അവിടെ മറ്റു പലർക്കും, അതിനുള്ള അവസരം ഒരിക്കലും മോളായിട്ട് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി പോകാം അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ നയന പോകാൻ നോക്കിയപ്പോൾ ആദർശമോൻ ഒരു പക്ഷെ അറിഞ്ഞു കാണുമായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു സ്നേഹത്തെ പറ്റി എന്നിങ്ങനെ അച്ഛൻ നയന പോയി കഴിഞ്ഞപ്പോൾ കനകത്തിനോട് ചോദിച്ചു. അപ്പോൾ അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ ഗോവിന്ദേട്ടാ എന്ന് കനകം ഗോവിന്ദേട്ടനോട് പറയുക കേട്ടോ. അങ്ങനെ ഗോവിന്ദേട്ടൻ അവിടെ ആകെ നിരാശയോടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ അനി ഫോൺ എടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഫോൺ എടുത്ത് വിളിച്ചിട്ട് എന്തൊക്കെയോ ഭയങ്കര ഇതിങ്ങനെ കാണിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും കൂട്ടുകാർ പുറത്ത് ഭയങ്കര ടെൻഷൻ അടിച്ച് വെപ്രാളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കലിപ്പിൽ നടക്കുന്നു. ഈ സമയത്ത് അനി കൃത്യമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. അപ്പോൾ അനിയെ കണ്ടപ്പോഴത്തേക്കും ഇവർ ഭയങ്കര ഇതായിട്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലുക. അനിക്കുവാണെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്.
എടാ അവൾ പോയിട്ട് നിങ്ങൾ വിളിച്ചായിരുന്നോടാന്ന് ചോദിച്ചു. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പം ഞങ്ങൾക്കൊപ്പം ഒന്ന് വരണം എന്ന് പറയുവാണ്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പം നീ ഒന്ന് വാ. എടാ വെറുതെ നിന്നെ ഞങ്ങൾ എങ്ങോട്ടും വിളിക്കാറില്ലല്ലോ, നീ ഇപ്പം ഞങ്ങൾക്കൊപ്പം വരികയാണെങ്കിൽ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താടാ കാര്യമെന്ന് ചോദിച്ചു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞാലേ നീ ഉറപ്പായിട്ടും നന്ദുവിനെ കൂടുതൽ സ്നേഹിക്കത്തേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കല്ലെങ്കിലും നന്ദുവിനോട് സ്നേഹം തന്നെയാണ്. പോലീസ് ക്യാമ്പിലാണ് അവളൊന്നും ഞാൻ നോക്കത്തില്ല, ഇടിച്ചു കയറി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും. എടാ അത് അവൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, ഇപ്പം അതൊന്നും അല്ല വിഷയം, നീ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടുകാർ രണ്ടും കൂടി അനിയേയും കൂട്ടിക്കൊണ്ട് ഒരു വഴി വരെ പോവാം. അവർ 3 പേരും കൂടെ ചെല്ലുമ്പോൾ എടാ നിനക്ക് ഭാഗ്യമുണ്ടടാ അവർ പോയിട്ടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ അനിയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അനി നോക്കുമ്പോൾ കാണുന്നത് അനാമിക വേറൊരു ചെറുക്കൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതും ആ ഒരു ചെറുക്കൻ അനാമികയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച. ഇത് കണ്ടപ്പം നമ്മുടെ അനി ഞെട്ടിപ്പോയി. അനിയുടെ ജീവിതത്തിലേക്ക് ഭയങ്കരമായിട്ടൊരു സർപ്രൈസ് അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യം വന്നു വീണതുപോലെ അനി കാണുന്നത്. അപ്പോൾ ഇവൾ വെറും കൂതറയാന്നുള്ള കാര്യം നമ്മുടെ അനി കണ്ടുപിടിച്ചു. കണ്ട ആണുങ്ങൾക്കൊപ്പം ചുറ്റി തിരിയുന്നതും ആ ഒരു ഇതെല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് കൂട്ടുകാരി ചോദിച്ചു, അത് നിൻ്റെ ഭാര്യയല്ലേടാന്ന്. അവൾ ആൺകുട്ടികളുമായിട്ട് ചുറ്റിത്തിരിയുന്ന കാര്യം നിങ്ങൾ മാത്രമല്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അനിയ നേരം പറയാം. എന്തായാലും ഇപ്പം നേരിൽ അതൊക്കെ കണ്ട സ്ഥിതിക്ക് അതൊന്ന് റെക്കോർഡ് ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പരസ്യമായിട്ടാണ് അവൾ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവൾക്കൊരു ഭർത്താവില്ല എന്നുള്ളത് അവൾക്കറിയാം. പിന്നെ അവൾ എങ്ങനെ പോയാലും എനിക്ക് എന്താടാ കുഴപ്പം, കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ എഴുതിത്തല്ലേ കേസാ അത്, അതുകൊണ്ട് ഈ കാഴ്ച എനിക്ക് വേദനയൊന്നും അല്ലടാ, സന്തോഷം തന്നെയാണെന്ന് അനി പറഞ്ഞു. അപ്പോൾ ഈ അനാമികയും കാമുകനും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുവാണ്, നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്നെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ നോക്ക്. ഇന്നത്തെ കാലത്ത് വിവാഹ ജീവിതമൊന്നും അത്ര പ്രാക്ടിക്കലല്ല. ആണും പെണ്ണും തമ്മിൽ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കാലം ഒന്നിച്ച് കഴിയണം, പിന്നെ മടുത്തു കഴിഞ്ഞാൽ പിരിയണം. ആ ഒരു ജീവിതത്തിന് സുഖം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അതേ അഭിപ്രായം തന്നെ എനിക്കും. അല്ലെങ്കിൽ തന്നെ ദാമ്പത്യം കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടാനേ ഇന്നത്തെ പെൺകുട്ടികളൊന്നും കിട്ടില്ലെന്ന് അനാമികയും പറയുന്നു. അപ്പോൾ ലിവിങ് ടുഗദറാണ് നമ്മുടെ അനാമികയ്ക്ക് ഇഷ്ടമെന്ന് അനാമിക വിളിച്ചു പറയണം. അപ്പോൾ അവിടെയാണെങ്കിൽ 100 കൂട്ടം ചിട്ടകളൊക്കെയുള്ള വീടാണ്. ക്യാൻസർ വന്ന ഒരാളുണ്ട് അവിടെ, കേരളം മുഴുവൻ അറിയപ്പെടുന്ന മൂർത്തി സാറ്. അയാളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് തല കുമ്പിട്ട് നിൽക്കണം. ഇതൊക്കെ ഇപ്പോൾ ഏത് വീട്ടിൽ നടക്കുമെന്നാടാ. അപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ പുരാണത്തിലെ ഭീഷ്മരെ പോലെ ഉണ്ടല്ലോടി. ഭീഷ്മരുടെ പുതിയ അവതാരം തന്നെയാണ് അങ്ങേര്. ശരിക്കും പറഞ്ഞാൽ ആ വീട് ഒരു കുരുക്ഷേത്ര ഭൂമിയാണെന്ന് വേണം പറയാൻ. അവിടെ യുദ്ധം ചെയ്ത് പിടിച്ചേക്കാൻ വലിയ പാടാണെന്ന് പറയുമ്പോൾ എൻ്റെ മോളെ നീ ആ ഭീഷ്മ പിതാമഹനെയും അങ്ങേരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ചിരിച്ചുകൊണ്ട് പറ്റിക്കുകയല്ലയോ. അതുകൊണ്ട് ആ കുരുക്ഷേത്ര ഭൂമിയിൽ എന്ത് നടന്നാലും അതൊക്കെ ഒരു കോമഡി ആയിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഞാനങ്ങനെ അതിനെ കാണുന്നുള്ളൂ. പരമാവധി അലമ്പുക. എന്നിട്ട് നീ പറഞ്ഞതുപോലെ കിട്ടാവുന്നത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുക. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നൊക്കെ അനാമിക പറഞ്ഞു. ഇവരിങ്ങനെ കസറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് മുഴുവനും നമ്മുടെ അനിയും കൂട്ടുകാരും കൂടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അവൾ തുള്ളത്തില്ല. അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ അനിയെ കാണിക്കുന്നത്. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ചെറുക്കൻ്റെ മടിയിലേക്ക് കിടക്കുന്നു. ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതെന്തുവാണ് ഇവളീ കാണിക്കുന്നതെന്ന് കൂട്ടുകാർ അനിയോട് ചോദിക്കുമ്പം ഞാൻ ഇവളെ എൻ്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ട് കഴിഞ്ഞതാ. പിന്നെ എൻ്റെ വീട്ടുകാർക്കാണ് ഇവള് വീട്ടിൽ വേണമെന്നുള്ള നിർബന്ധമെന്നൊക്കെ അനി പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ ആദർശേട്ടനും വല്യച്ഛനും വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവൾക്ക് വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെന്ന കാര്യവും അനി പറയുന്നുണ്ട്. അവൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് അവർ നടക്കുന്നത്. എന്തായാലും അവളുടെ സ്വഭാവം എന്താണെന്ന് ആരൊക്കെ എങ്കിലൊക്കെ ഒന്ന് അറിയട്ടെ, അതിന് അവൾ തന്ന തെളിവായതെന്ന് അനി പറഞ്ഞു. ഇത് വെച്ച് ഞാനൊരു കളിച്ചോളാമെന്നും അനി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അങ്ങനെ മുഴുവനും റെക്കോർഡ് ചെയ്ത് നമ്മുടെ അനി ജയിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള പാർക്കാ. ഇവിടേക്ക് അങ്ങനെ ആരും വരാറില്ല. പിന്നെ കാമുകന്മാരുടെ മാത്രം പറദീസ്യ. അതുകൊണ്ടാണ് 2 എണ്ണം കൂടി ഇങ്ങോട്ട് വന്നതെന്ന് ഇവർ പറയുമ്പം എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ. ഇവിടെയാ എൻ്റെ നന്ദു വേറിട്ട് നിൽക്കുന്നത്. നമ്മൾ ആണുങ്ങളുമായിട്ട് ചേർന്നൊക്കെ നടക്കുമെങ്കിലും പക്ഷെ ഇതുപോലൊരു കാഴ്ച അവളുടെ കാര്യത്തിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ നല്ല കുട്ടിയാടാന്ന് രാകേഷ് പറഞ്ഞു. ഒരുപാട് പേര് അവളെ പ്രേമിക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണോ എന്തോ നിന്നെ സ്നേഹിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്ന് രാകേഷ് പറഞ്ഞു. അപ്പോൾ എനിക്കും അതറിയത്തില്ലെന്ന് അനി പറയണം. എൻ്റെ മനസ്സിൽ അവൾ എങ്ങനെ കയറി കൂടിയെന്ന് എനിക്കറിയില്ല എന്ന് അനി ഇവരോട് പറയുന്നുണ്ട്. എന്തായാലും കൂട്ടുകൂടാൻ പറ്റിയവൾ തന്നെയാണ്. ഇനി അവളെ ആ കൂട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല എന്നും അനി തറപ്പിച്ചങ്ങ് പറയണം. അങ്ങനെ എന്തായാലും രണ്ടും കൂടി ഇങ്ങനെ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. അനാമിക ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ അനി വന്നത് കയ്യോടെ പിടികൂടുമോ എന്നുള്ളത്. അങ്ങനെ അനിയും അനാമികയും പിരിയാനുള്ള എല്ലാ വഴികളും താൻ ഉണ്ടാക്കി വെച്ചിരിക്കുക അനാമിക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ ആദർശിനെയാണ്.
അപ്പോൾ ആദർശ് ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ അനിയുടെ മെസ്സേജ് വന്നു. ഇത് അനിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇത് എടുത്ത് നോക്കിയപ്പോൾ അനാമികയും കാമുകനും കൂടെ അവിടെ ഇരിക്കുന്ന ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാം. ഇന്നിത് പാർക്കിൽ കണ്ട കാഴ്ചയാണ്, എൻ്റെ കൂട്ടുകാരാ എന്നെ കാണിച്ചു തന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറയണം. ഇവളെയാണ് ഞാൻ സ്നേഹിക്കണമെന്ന് ഏട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നതെന്നൊക്കെ ആദർശിന് വോയിസ് നോട്ട് സഹിതം ഈ വീഡിയോ സഹിതം നമ്മുടെ അനി അങ്ങ് ഇട്ട് കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശിൻ്റെ ഗ്യാസും പോയി കേട്ടോ. ആദർശ് ഇങ്ങനെ ആകെ വെപ്രാളം കയറിയിരിക്കുക. പറഞ്ഞു തീർന്നില്ല, നയനയുടെ കോൾ ആദർശിൻ്റെ ഫോണിലേക്ക് വരുന്നു. അപ്പോൾ നയനയുടെ കോള് കണ്ടപ്പോൾ ആദർശിന് ഭയങ്കര കലിപ്പ്. ആദർശ് അത് കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ആദർശിന് ഭയങ്കര ദേഷ്യവും ഇതൊക്കെ. ഈ സമയത്ത് നയന കയറി ചെല്ലുന്നത് ഓഫീസിലേക്ക്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശേട്ടാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. ഇങ്ങോട്ട് കയറി വരുന്നവൾ എന്തിനാ എന്നെ വിളിച്ചത്? അപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണെന്ന് നയന പറയുമ്പം നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ആദർശേട്ടനോടൊരു കാര്യം പറയാനുണ്ടെന്ന് നയന പറയാം. അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ആദർശ്. നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്കാൻ പറഞ്ഞു. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് നയന ആദർശനോട് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ആദർശ്. നിർബന്ധിച്ച് എന്നെ എന്തെങ്കിലും കേൾപ്പിക്കാനാണ് വന്നതെങ്കിൽ നീ ഇവിടെ നിന്നു, ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് ആദർശ് ഏറ്റു പോകാൻ നോക്കുമ്പോൾ വേണ്ട ഞാൻ പൊയ്ക്കോളാം. അതിനു മുൻപ് ഒരു ചോദ്യം, ആദർശേട്ടൻ എന്ത് ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്നെ ഇങ്ങനെ അകറ്റി നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പം നിന്നെ എനിക്ക് ഒന്നും ബോധ്യപ്പെടുത്താനില്ല നയനെ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഉള്ളവരും അങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു നയന. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ആദർശ നയനയോട് പറയാം. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്, എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ശല്യമല്ലേ എന്ന് ചോദിച്ചു. നീ ഇപ്പം എനിക്കൊരു ശല്യം തന്നെയാണെന്ന് ആദർശ നയനയോട് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അതുകൊണ്ട് നീ എന്നെ വിളിക്കരുത്, എന്നെ കാണാനും ശ്രമിക്കരുതെന്നും പറഞ്ഞു. അപ്പം നയനയ്ക്ക് ഭയങ്കര വിഷമം. ഞാനൊക്കെ പോകാം, ഞാനാകെ തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുക. അതുപോലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം ഇപ്പം എന്താ സംഭവിച്ചതെന്ന് നയന ആദർശനോട് ചോദിച്ചു. സംഭവിച്ചത് എന്താണെന്ന് നിന്നോട് പറഞ്ഞാൽ നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ മനസ്സും ഇല്ല എന്നും എനിക്കിപ്പം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടത്. ആ സമയത്ത് എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നീ ഇവിടെ നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് ആദർശ് പറയുമ്പോൾ ആ ശരി ഞാൻ പോയേക്കാവുന്ന നയന. അങ്ങനെ കരഞ്ഞുകൊണ്ട് നയന ആദർശിൻ്റെ മുന്നിൽ നിന്ന് പോവുക. ആദർശ് നയനയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. നയനയ്ക്കത് താങ്ങാൻ പറ്റാത്ത വിഷമമായി. നയന ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞു നിന്ന് ആദർശിനെ നോക്കുക. ആദർശിനൊന്ന് നോക്കി. ആദർശാണെങ്കിൽ നയനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ ഇരിക്കുന്നു. നയനെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി നയനയും കൂടെ കാണുക. അപ്പോൾ ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ എന്നോട് പറയുന്നതല്ലമ്മേ, ആദർശേട്ടൻ ഇങ്ങനെ എന്നോട് പറഞ്ഞമ്മേ, ആരോ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടമ്മേ, അല്ലെങ്കിൽ എന്തോ തെറ്റിദ്ധാരണ ആദർശേട്ടൻ്റെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നയന പറയുമ്പോൾ അല്ല ഞാൻ മോളെ സ്നേഹിച്ച കാര്യം നീ അവനോട് പറഞ്ഞില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം അത് കേൾക്കാനൊന്നും നിന്ന് തരണ്ടേ അമ്മേ എന്ന് നയന ചോദിക്കുക കേട്ടോ. ഞാൻ ഓഫീസിലെത്തിയതിന് ശേഷം ആദർശേട്ടനെ മനഃപൂർവ്വം ഒന്ന് വിളിച്ചു നോക്കി, പക്ഷെ ആദർശേട്ടൻ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാബിനിലോട്ട് കയറി ചെന്നത്. അപ്പോൾ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക, എന്നോട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മോളെ, ഈ ടെൻഷനൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് നടക്കാൻ വലിയ പ്രയാസം തന്നെ അമ്മയെന്ന് നയന അന്നേരം അമ്മയോട് പറഞ്ഞു. അതുകൊണ്ട് മിക്കവാറും ഞാനങ്ങ് തിരിച്ചു വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നയന പറഞ്ഞു. ആദർശേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല എന്നും നയന പറയുന്നുണ്ട്. അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ, ഇന്നലെ രാത്രി അമ്മ വിളിക്കുമ്പോൾ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നയന തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഒരുപാട് ഞാൻ ശ്രമിച്ചൊന്ന് കണ്ണടയ്ക്കാനായിട്ട്, പക്ഷേ അതിനൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എൻ്റെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു മോളെ. ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചതുപോലെ ഒരു തോന്നല എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്നോട് ദേവയാനിയും പറയുന്നുണ്ട്. മോള് പറഞ്ഞതാ 100% ശരി. ഇനി അധികം അവിടെ നിൽക്കണ്ട, നന്ദു പോയി കഴിഞ്ഞല്ലോ. എന്തായാലും മോള് വീട്ടിലേക്ക് വാ, എന്നിട്ട് ആദർശിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രശ്നങ്ങളും ഉടനെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അവൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല. മൊത്തത്തിലൊരു താളം തെറ്റിലുണ്ട് വീട്ടിൽ. നഷ്ടപ്പെട്ടു പോയ സുഖവും സന്തോഷവും ഒക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കണം മോളെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആദർശനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോയി. നയന ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശ് ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനിയെ കാണാനായിട്ട് ആദർശ് ചെന്നു. അപ്പോൾ അവളുടെ കാമുകനാണ് കൂടെ ഇരിക്കുന്നതെന്ന് അനി
പറയുക, എടാ ഫാമിലി ലൈഫിൽ തകർച്ച എല്ലാവർക്കും ഉണ്ടാകുമെന്നും ഞാനും ഇപ്പം ആകെ വിഷമിച്ച് നടക്കുക, അതിന് കാരണം എന്താണെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ആദർശ് അനിയോട് ചോദിച്ചു. അതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി അതൊക്കെ ചിലപ്പോൾ നമ്മൾ മൂടി വെക്കേണ്ടി വരുമെന്ന് ആദർശ് അനിയോട് പറയുമ്പോൾ, പക്ഷേ ഇത് അതുപോലൊരു കേസാണ് ഏട്ടാ, ഇതങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോയെന്ന് അനി ചോദിച്ചു ആദർശിനോട്. ഒരു ഭർത്താവും കാണാൻ ആഗ്രഹിക്കാത്തൊരു കാഴ്ചയല്ലേ ഞാൻ കണ്ടത്. പക്ഷേ എനിക്കതിൽ വിഷമവും കാര്യങ്ങളൊന്നുമില്ല. അവൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം മറ്റെന്തോ ലക്ഷ്യത്തോടെ എനിക്കൊപ്പം കൂടിയവൾ അനാമിക. നീ ഇത് വേറെ ആരെങ്കിലും കാണിച്ചായിരുന്നോ, ഇളയച്ചനോടോ മറ്റോ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിക്കാം, ഇതുപോലെയുള്ള വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാനത് ആദ്യം പറയുന്നത് ഏട്ടനോടല്ലേ എന്ന് അനി ചോദിച്ചു കേട്ടോ. നമ്മൾ ചർച്ച ചെയ്തിട്ട് പിന്നീട് എന്ത് വേണമെന്ന് ആലോചിക്കാറുള്ളല്ലോ എന്നൊക്കെ അനി പറഞ്ഞപ്പം, എങ്കിലേ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണമെന്ന് പറഞ്ഞു. തൽക്കാലം ഈ സംഭവം ആരും അറിയരുത് എന്ന് ആദർശ്. ഓ എന്തിനാ ഏട്ടാ ഇനിയും അവൾ എൻ്റെ ജീവിതത്തിൽ തുടരുന്നേ, അവളുടെ പാട്ടിന് നോക്കി പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം, എടാ ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും തമ്മിൽ കുറച്ചധികം അടുപ്പം കാണിക്കുന്നത് സാധാരണയാണെന്ന് പറയാം. പക്ഷേ ഏട്ടാ ഇത് അങ്ങനെയുള്ള അടുപ്പായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് അനി പറഞ്ഞു. അത് എനിക്ക് മാത്രമല്ല, ആ കാഴ്ച കണ്ട എൻ്റെ ഫ്രണ്ട്സിന് അത് ന്യായീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെന്നെ പാർക്കിലേക്ക് വിളിച്ചുകൊണ്ട് പോയതെന്നുള്ള കാര്യങ്ങളും അനി പറയുന്നുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു പയ്യനും അവളും പബ്ലിക്കായിട്ട് സ്നേഹിക്കായിരുന്നു. എടാ ഒരു മുറിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അവർക്കിടയിൽ പാർക്കിൽ നടന്നത്. ഒരു ഒഴിഞ്ഞ കോണിലുള്ള പാർക്കാണ്, എങ്കിലും ആരെങ്കിലും കണ്ടാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് അവൾ ആ ചെറുപ്പക്കാരനും ഒപ്പം ഇരുന്നു കൊഞ്ചി കുഴഞ്ഞതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ, എടാ പോട്ടറാ, ഞാനേ അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് അയാളോട് ഈ വിവരം പറയാമെന്ന് പറഞ്ഞു ആദർശ്. ഏട്ടാ അയാളെ കാണുമ്പോൾ ഏട്ടൻ ഞങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കരുത്, ഈ ബന്ധം പിരിയാൻ പറയണമെന്ന് പറഞ്ഞു അനി. എടാ അനി വീടിനകത്ത് പുകച്ചിലുണ്ടായാലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനി ഞെട്ടിപ്പോയി ആദർശിൻ്റെ തീരുമാനം കേട്ട. ഏട്ടാ ഇതിങ്ങനെ വളർന്നു പോയാൽ വീടിനകത്ത് ഇതിനേക്കാളും വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അനി പറയും. ഇന്ന് ഞാൻ കണ്ട രംഗങ്ങൾ നാളെ മുത്തശ്ശനും മുത്തശ്ശിയും കാണില്ലെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? എടാ നീ എടിപിടിയൊന്നും ചെയ്യല്ലേ, ഞാനിപ്പോൾ തന്നെ അവളുടെ അച്ഛനെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് കാണാൻ പോവാം. അങ്ങേരെ അറിയണം മോളുടെ ആ പ്രവർത്തികളൊക്കെ, എന്നിട്ട് അയാൾ എന്താ പറയണമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മകളെ കയറൂരി വിട്ടിരിക്കുന്നത്. എടാ അത് ഞാൻ സംസാരിച്ചോളാം, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് ആദർശ് ഇങ്ങനെ പോരുക. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ നർമ്മസങ്കടത്തിലാണ് അനി. എടാ നമ്മൾ നമ്മളുടെ ഭാഗം ന്യായീകരിക്കുമ്പോൾ നമുക്ക് വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാവരും നിന്നോട് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ നന്ദുവിനെ വിളിക്കരുത് കാണരുത് എന്നുള്ളതൊക്കെയെന്ന് ആദർശ് വീണ്ടും പറഞ്ഞു. ഞങ്ങളൊക്കെ വിലക്കിയിട്ടും നിനക്കതിന് കഴിയുന്നില്ല, അതിൻ്റെ നിൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണെന്നൊക്കെ പറയുന്നു. നീ എൻ്റെ പ്രിയപ്പെട്ട അനിയനാണെന്ന് കരുതി നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും അംഗീകരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. നന്ദി.